കോഴിക്കോട് താമരശ്ശേരിയിലാണ് അങ്കണവാടി ടീച്ചർ 3 വയസ്സുകാരിയുടെ കൈ പിടിച്ച് തിരിച്ചെന്ന ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മനഃപൂർവ്വമായി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അധ്യാപികയുടെ വിശദീകരണം. മോളകത്തേക്ക് കുഴറ്റി ഇരുത്തിയതാണ് ടീച്ചർ. അപ്പോൾ കൈ ഇവിടെ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ലൂസായി പോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒഴിക്കുന്നിടത്താണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ലൂസായി പോയി എന്നാണ് പറഞ്ഞതായിരുന്നു. അതെ, ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ നഴ്സറി കൊണ്ടാക്കി തിരിച്ചിറങ്ങുന്ന വഴി അവൾ കരഞ്ഞ് അലമ്പുണ്ടാക്കി. അപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചർ അകത്തേക്ക് ഇരുത്തിയോളൂ, ഞാൻ പുറത്ത് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ മുട്ടും കൈൻ്റെ താഴത്ത് പിടിച്ച് അങ്ങനെ പൊന്തിച്ചപ്പോൾ ഒരിക്കലും കുട്ടികളെ മുട്ടും കൈൻ്റെ താഴത്ത് പിടിക്കരുത്, കഷം കൂട്ടി പിടിക്കണം. അപ്പോൾ മുട്ടും കൈൻ്റെ അവിടെ ജോയിൻറ്റ് വലിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. പൊട്ടൊന്നുമില്ല, വലിഞ്ഞു പോയതാന്ന് പറഞ്ഞു. കെട്ടുണ്ട്. ടീച്ചർ അറിഞ്ഞോണ്ട് ചെയ്താന്ന് വെച്ചാൽ മക്കളെ എടുക്കുമ്പോൾ ചെറിയ കുട്ടികളല്ലേ, 3 വയസ്സായിട്ടുള്ളൂ. ചെറിയ കുട്ടികളെ കഷം കൂട്ടി പിടിച്ചെടുക്കണം. അല്ലാണ്ട് മുട്ടുകൈൻ്റെ താഴത്തെടുത്താൽ കൈ ഏത് കൈയാണെങ്കിലും വലിഞ്ഞു പോകും. കൈമ്പള ജോയിൻ്റ് ഒന്ന് വലിഞ്ഞു പോകും. പരാതി ഇവിടെ വാങ്ങി വെച്ചിട്ട് CSR ഇപ്പോഴാണ് വന്നേ. CSR പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി വരാൻ പറഞ്ഞു പോയതാ. ഇന്നലെ രാവിലെ കുട്ടീൻ്റെ അമ്മ കുട്ടീനെയും കൊണ്ട് ഇവിടെ വന്ന്. അപ്പോൾ 10 മണിക്ക് അവർ വന്ന്. അപ്പോൾ 10:30 ആയപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം ടീച്ചറെ, നിങ്ങൾ കുട്ടീനെ ഒന്ന് പിടിച്ച് വെക്കുമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ പുതിയ കുട്ടിയെ തിങ്കളാഴ്ച അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്. 3-ാം തീയതി അഡ്മിഷൻ എടുത്ത് 3ഉം 4ഉം വന്ന് ഇന്നലെ 5-ാം തീയതിയാണ്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് വന്ന് കുട്ടികളെ പിടിച്ച് വെക്കാൻ പറഞ്ഞു. ടീച്ചർ ഒന്ന് മോളെ ഒന്ന് പിടിച്ച് വെക്ക്, എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുട്ടീനെ കൈ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. പിടിച്ച് അവൾ പോയി വാതിൽ അടച്ച്. അപ്പോൾ കുട്ടീനെ ഞാൻ കൈ വിടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നവുമില്ല. ഉച്ചയായപ്പം ചോറുണ്ണാൻ നേരം കരഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മോള് ചോറുണ്ണാണേ അമ്മേൻ്റെ കൂടെ വിടാം, ഞാൻ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു ചോറ് ഫുള്ള് തിന്നു. അതും കഴിഞ്ഞ് കരഞ്ഞപ്പം ഞാൻ അമ്മേനെ വിളിച്ച് അനുകൃഷ്ണനെ വിളിച്ചിട്ട് മോളെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അത്രയാണ് സംഭവം ഉണ്ടായത്. പക്ഷേ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഇവർ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ കുട്ടി വീണിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയും വീണിട്ടില്ല, കാരണം കുട്ടി അധിക സമയം അടുക്കളയിലായിരുന്നു. പിന്നെ ഞാൻ ഓരോ കാര്യത്തിനും മോളെ ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ വിളിക്കുമ്പോൾ ഓടി വന്നിട്ട് അത് പാർട്ടിസിപ്പേറ്റ് ആവുന്നുണ്ട്. പക്ഷേ വീണതായിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കൈ വേദന ഉണ്ട്. അപ്പോൾ ടീച്ചർ രാവിലെ ഞാൻ പിടിക്കാൻ പറഞ്ഞപ്പോൾ ടീച്ചർ പിടിച്ചില്ലായിരുന്നു, അന്നേരം വേദനയായതായിരിക്കും എന്ന് പറഞ്ഞു. അവൾ തന്നെ പറഞ്ഞു എന്നോട് പിടിച്ചേക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ 10-20 വർഷമായി ഇവിടെ ടീച്ചറായിട്ട്. എല്ലാ കുട്ടികളെയും നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കുക. കുട്ടികളെ രാവിലെ അത്രയും ഒരാഴ്ച അവർ ഭയങ്കര ബഹളമാണ്. അപ്പോൾ പിടിച്ചു വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ കുട്ടികളെയും ഞാനങ്ങനെ പിടിച്ചു വെക്കുന്നതാണല്ലോ, കാരണം റോഡ് സൈഡാണ്, ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണല്ലോ. അപ്പം പറഞ്ഞു ടീച്ചറെ ഇതിലെ മുന്നേ കൈക്ക് കുട്ടിക്ക് ഈ മുട്ടിൻ്റെ അടുത്ത് നീങ്ങിപ്പോകുന്നൊരു പ്രശ്നമുണ്ട്, അത് മുന്നേ ഞാൻ പിടിച്ചപ്പോൾ അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആയപ്പം പറഞ്ഞു ഞങ്ങളിങ്ങനെ കൊണ്ടുപോയി കെട്ടിച്ച് ടീച്ചറെ ഇങ്ങനെ വേദന പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അധികമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. എന്നിട്ട് ചെയ്യില്ല, കുട്ടികളെ വേദനയാക്കിയില്ല. ടീച്ചറിൻ്റെ പ്രതികരണമാണ് കേട്ടത്. ടീച്ചറിൻ്റെ വാക്കുകളിലും നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസെ, ഒറ്റ സംഭവത്തിൽ വരും നമുക്കൊരു ടീച്ചർ ഇപ്പോൾ ക്രൂരമായി ചെയ്തു എന്ന് പറയാനും കഴിയില്ല. ടീച്ചറിൻ്റെ വാക്കുകളിലുണ്ട്, അവർ 10-20 വർഷമായി ജോലി ചെയ്യുന്നതാണ്, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. അപ്പോൾ നേരത്തെ അങ്ങനെ ഉണ്ട് എന്ന് അമ്മ പറഞ്ഞതായിട്ടാണ് ടീച്ചർ പറയുന്നത്. അമ്മയുടെ പ്രതികരണവും നമ്മൾ കേട്ടു. നമുക്കിപ്പോൾ ഏത് ഭാഗത്ത് ശരിയെന്നറിയില്ലെങ്കിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു വലിയ ഗുരുതരമായ ഒരു ക്രൂരത കാണിച്ചു എന്ന് പറയുന്ന നിലയിലാണോ? ദിവിഷ്മണി ആൻഡ് ഹിമാം, ഇതിലിപ്പോൾ ടീച്ചറുടെ വിശദീകരണവുമുണ്ട്, അതുപോലെ തന്നെ പരാതി നൽകിയ അമ്മയും ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. അതിലങ്ങനെ ക്രൂരമായി എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്കിപ്പോൾ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഈ അമ്മ പറയുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കുട്ടിയെ അംഗനവാടിയിൽ പുതുതായി ചേർത്തത്. 3 വയസ്സാണ് കുഞ്ഞിനുള്ളത്. എല്ലാ ദിവസവും അമ്മ തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഈ അംഗനവാടിയിലേക്ക് കുഞ്ഞിനെ ആക്കാറുമുള്ളത്. അങ്ങനെ ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന സമയത്ത് എനിക്ക് വേഗം പോകണമെന്ന് ടീച്ചറോട് പറയുകയും അങ്ങനെ കുഞ്ഞിനെ ടീച്ചറെ ഏൽപ്പിച്ചു പോയി എന്നാണ് അമ്മ പറഞ്ഞത്. ആ സമയത്ത് പിന്നെ അംഗനവാടിയിൽ വെച്ച് കുഞ്ഞിൻ്റെ കൈ ടീച്ചർ പിടിച്ചു വലിച്ചപ്പോൾ പറ്റിയതാണ്, ഒരു പക്ഷേ ആ സമയത്ത് പറ്റിയതാകാമെന്നാണ് അമ്മ തന്നെ നമ്മളോട് പറയുന്നൊരു കാര്യം. അതിൽ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം, ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ പിടിച്ചു വലിക്കാമോ, കാരണം ശ്രദ്ധിക്കേണ്ടതല്ലേ, ചെറിയ കുഞ്ഞല്ലേ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്.